നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയിൽപ്പെട്ടതാണ് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യൽ. ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, ആ വീട്ടിൽ നിന്ന് വല്ല ഭക്ഷണവും കഴിച്ചാൽ ആ ഭക്ഷണം കൊടുത്തവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, ഇതൊക്കെ നബിയുടെ ചര്യയിൽപ്പെട്ടതാണ്. പലരും ധരിച്ചിട്ടുള്ളത് ഇത് നമുക്ക് പാടില്ലാത്തൊരു സംഭവമാണ്, നമുക്ക് പറ്റാത്തൊരു സംഭവമാണ്, അതൊക്കെ വേറെ ചില വിഭാഗത്തിനുള്ളതാണ് എന്ന്. എന്നാൽ വേറെ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യുകയും ആ ദുആക്ക് പൈസ വാങ്ങുകയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചിട്ടില്ലാത്ത ചില രീതികളൊക്കെ അതിന് സ്വീകരിച്ചു എന്നതല്ലാതെ അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് ഇസ്ലാമിലുള്ളതാണ്. ഒരു വീട്ടിൽ പോയാൽ അവിടെ ഉള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്കാരെങ്കിലും ഭക്ഷണം വാങ്ങിത്തന്നാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന സ്വലാത്തക സകനുൽ ലഹും, താങ്കളുടെ ദുആ അവർക്ക് സമാധാനം ഉണ്ടാവുന്നത്. അതപ്പോൾ പറഞ്ഞതാണ് സദഖയും സക്കാത്തും ഒക്കെ പിരിക്കുമ്പോൾ അത് നൽകിയവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അവർ നൽകുന്നത് നിർബന്ധ സക്കാത്താണ്, പക്ഷെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആ ദുആ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുമെന്നാണ്.